ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശ്വാസം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പോളിടെക്നിക് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് ഗവേഷണത്തിന് വേണ്ടിയാണ് ഒരുപാട് സമയം ചെലവഴിച്ചത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തെ കാണാനില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് രണ്ടാളും സംസാരിച്ചുകൊണ്ടിരുന്നത്? കാര്യം പറ. അത് പിന്നെ കാലാല കല്ലറ വരുന്നില്ല വീഞ്ഞിന്റെ കാര്യം പറഞ്ഞതാ. അതൊന്നുമില്ല ടീച്ചറെ. എന്താണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇവരെ മദ്യത്തിന്റെ പുതിയ ബ്രാൻഡുകളുടെ പേര് പറഞ്ഞു ടീച്ചറെ. ക്ലാസ്സിലാണോ ഇതൊക്കെ സംസാരിക്കേണ്ട സമയം? ചോദിച്ചത് കേട്ടില്ലേ? ടീച്ചർ ആദ്യം ഫുൾ ടൈം കുടിച്ചിറങ്ങണം. ടീച്ചറെ കെട്ടിയൊരു ഉപദേശിക്കും, എന്നിട്ട് മതി ഞങ്ങളെ. ഇപ്പോഴെപ്പോൾ സ്തുതിയായിരിക്കട്ടെ. എന്താണ്? എനിക്ക് അച്ഛനോട് ഒന്ന് സംസാരിക്കണം. അതിനെന്താ? പേരുവായോ? ഇതെനിക്കാണോ? അയ്യോ, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു. ഗിഫ്റ്റ് ഒന്നും വേണ്ട ടീച്ചറെ. അത് ഗിഫ്റ്റ് അല്ല. പിന്നതെന്താണ്? സമസ്ത ആരെങ്കിലും മറന്നു വെച്ചതാവൂലേ? ഈ പിള്ളേരോട് ഞാൻ തോറ്റു. ഒരൊറ്റെണ്ണത്തിന് ഉത്തരവാദിത്തമേ. ഇതാരുടെ പുസ്തകമാണ്? അങ്ങനെ വിട്ടാൻ പറ്റില്ല. സിമി ദേവീസ്, ഇതേതാണ് ഇപ്പൊ കുറിച്ച്? ഈ കുട്ടിയുടെ കുടുംബം എടുത്തേതാ? അത് എന്റെ പുസ്തകം. ശരിയാണല്ല. സിമി ടീച്ചറെ പേരല്ലേ? ടീച്ചറുടെ പുസ്തകം തരാണ് എനിക്ക്. അച്ഛാ, ഞാനൊന്നും ഇരുന്നോട്ടെ. സിമി ടീച്ചർ ഇരിക്കും. സമൂഹത്തിൽ നല്ല മാതൃക നൽകുന്നവരില്ലേ കാറ്റഗിസം പഠിപ്പിക്കാൻ? ഞാനിനി കാറ്റഗിസം പഠിപ്പിക്കുന്നില്ല അച്ഛാ. ഞാനല്ല. പിന്നെ അച്ഛനെന്നെ കിട്ടിയോലെ പള്ളി കണ്ടിട്ട് എത്ര നാളായി? ശരിയാണല്ലോ. എല്ലാ ഞായറാഴ്ച കുർബാനയും കഴിഞ്ഞ് ഹലോ എന്ന് പറഞ്ഞു പോണ മനുഷ്യനാണ്. ഇപ്പൊ കുറെ നാളായി കണ്ടിട്ട്. അവനവിടെ ഇല്ലേ? ഡേവീസിന്റെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞു. ഇപ്പോ ഫുൾ ടൈം കുടിയാ. അത് ഞാൻ അറിഞ്ഞില്ലട്ടാ. അച്ഛാ, ഒരു സംഭവം. എന്നിട്ട് മതി ഞങ്ങളെ. ടീച്ചറെ, എല്ലാ കുറവുകളും പരിഹരിച്ചതിന് ശേഷം കാറ്റഗിസം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് നടപ്പാവുന്ന കാര്യമില്ല. ഈശോയുടെ ശിഷ്യന്മാർ പോലും പല കുറവുകളുള്ളവരായിരുന്നു. കുറവുകൾ പരിഹരിക്കാൻ മാക്സിമം പരിശ്രമിക്കാൻ. ഇനി നമ്മൾ കാറ്റഗിസം പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും നല്ല മക്കളാവണമെന്ന്
നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ചെണ്ണം പാളിപ്പോൾ. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലെ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000-ഓളം പേര് മാനസാന്തരപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അന്ന് ഈ പറയണ 3000 പേരല്ല പ്രസംഗം കേട്ടിരിക്കണം. അതിനേക്കാൾ കൂടുതൽ ആളുകൾ പ്രസംഗം കേട്ടതാണ്. പക്ഷെ എല്ലാവരും മാനസാന്തരപ്പെട്ടില്ലല്ലോ. എന്തിന്? ഈശോയുടെ പ്രസംഗം കേട്ട പലരുമാണ് അവനെ കൊല്ലണമെന്ന് ആഘോഷിച്ചത്. ടീച്ചറെ, ഞാൻ ടീച്ചറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്പുരാൻ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം. സ്വർഗത്തിലേക്ക് കയറി പോണേക്കാളും മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം. ഞാൻ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നതും ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നതും ആ സുവിശേഷ പ്രഘോഷണമാണ്. ഞാനൊരു കഥ പറയട്ടെ, ഒരു ജാൻസി ടീച്ചറുടെ. ടീച്ചറെ പോലെ ജാൻസി ടീച്ചറും ഒരു കാറ്റീസൺ ടീച്ചറായിരുന്നു. ടീച്ചറുടെ ക്ലാസ്സിൽ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിടയിന് 100 ആടുകളുണ്ടായിരുന്നു. എല്ലാ ആടുകളെയും ആ ഇടയിന് വലിയ ഇഷ്ടമായിരുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തിലെ ഒരു കുഞ്ഞാടിനെ പെട്ടെന്ന് കാണാതായപ്പോൾ ഇടയിൽ തേടി. നിങ്ങൾ എന്ത് കാണിക്കുന്നേ? നീ അവിടെ നിന്നേ ആവശ്യം നീ ഇതൊക്കെ കാണിക്കണം. എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? നീ കമ്മിറ്റിയിൽ പറഞ്ഞ ആശയം അംഗീകരിച്ചില്ല എന്ന് വെച്ച് കൊച്ചിന്റെ വേദവ്യാസ ക്ലാസ് ഇറക്കി കൊണ്ടുപോലെ ചെയ്യണേ. അവസ്ഥ നീ ഒന്ന് ശാന്തനായ യോഗത്തിന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ചർച്ച ചെയ്ത് നല്ലൊരു തീരുമാനം ആവശ്യപ്പെടുക്കണേ. തീരുമാനിച്ചോ? ഈ പള്ളിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീരുമാനിച്ചോ? പക്ഷേ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. വികാരിയച്ഛനും ഇടവക്കാരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയാ. ഇന്നത്തോളം തീര ഔസേപ്പിന്റെ കുടുംബത്തിനും പള്ളിയും പട്ടക്കാരുമായിട്ട് ബന്ധം പോലാണ്. ഇങ്ങോട്ട് വരാ. വിഷമായോന്ന് ചോദിച്ചാ വിഷമായി. പക്ഷേ അതുപോലെ അപ്പുറമുള്ള വിഷമം കൊണ്ടല്ല. പിന്നെ എന്റെ ക്ലാസ്സിലെ ഈ കുട്ടിയെ ഇനി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതാ സങ്കടം. എനിക്ക് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ അറിഞ്ഞു, അപ്പം സമ്മതിച്ചില്ല. മോൻ ഇവിടെ ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ക്ലാസ്സിലേക്ക് ലാപ്പം ഇല്ലാത്തതേ ഉള്ളൂ. ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ വിടില്ലേ? കളിക്കാൻ വരുമ്പോ മോൻ ടീച്ചറിന്റെ അടുത്ത് വാ. ഈശോയെ കുറിച്ച് ഞാൻ പഠിപ്പിക്കാൻ നിന്നെ. അന്നത്തെ കഥയുടെ ബാക്കി പറഞ്ഞു തരൂ ടീച്ചറെ. പിന്നെന്താ, മോൻ ഇതുവരെ കേട്ടെ? നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ ഇടയൻ തേടി ഇറങ്ങിയില്ലേ, അതുവരെ. ആ ഇടയൻ തന്റെ കുഞ്ഞാടിനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. പെട്ടെന്ന് കാട്ടിലൊരു കരച്ചിൽ കേട്ടു. കാട് കരച്ചെന്ന് നോക്കുമ്പോഴെന്താ, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞാട് ഒരു മുൾച്ചെടിയിൽ ഒടുക്കി കിടക്കാം. ആ ഇടയൻ മുള്ളുകളൊക്കെ മാറ്റി അവനെ രക്ഷിച്ചു. എന്നിട്ട് ആടിറങ്ങുമ്പോൾ അവൻ ആ കുഞ്ഞാടിനെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു.
ടീച്ചർ അമ്മ തന്നെയല്ലേ? അപ്പോ ഇന്നു മുതൽ ടീച്ചർ എൻ്റെ അമ്മ, എൻ്റെ ടീച്ചർ അമ്മ. അവനൊന്നും ടീച്ചറുടെ അടുത്ത് പോകുമായിരുന്നു ഈശോയെ കുറിച്ച് കേൾക്കാൻ. ജാൻസി ടീച്ചർ അന്ന് അവനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അവനെ അൾത്താരയിൽ ബലിയർപ്പിക്കില്ലായിരുന്നു. നിങ്ങളുടെ വികാരിച്ചനാണ് ജാൻസി ടീച്ചർ അന്ന് മാറ്റിയെടുത്തത് എന്നെ മാത്രമല്ല, എൻ്റെ അപ്പനെ കൂടിയാണ്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. 12ാമത്തെ വയസ്സ് മുതൽ ജാൻസി ടീച്ചറാണ് എൻ്റെ അമ്മ, എൻ്റെ ടീച്ചറമ്മ. ടീച്ചറെ, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊരു മനസ്സുണ്ടെങ്കിൽ കണ്ടുമുട്ടുന്നവരിലൊക്കെ ക്രിസ്തു ജനിക്കാൻ തുടങ്ങും. അതല്ലേ കേറ്റീസം? നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനൊരു മനസ്സുണ്ടെങ്കിൽ കണ്ടുമുട്ടുന്നവരിലൊക്കെ ക്രിസ്തു ജനിക്കാൻ തുടങ്ങും.